സ്റ്റാർട്ടപ്പ് വിപ്ലവത്തിന്റെ തിളക്കമാർന്ന മുഖപടം അഴിച്ചുമാറ്റുമ്പോൾ വെളിവാകുന്ന സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒഴുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും ഗ്രാന്റുകളും സമൂഹത്തിൽ ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവർക്കും വിഭാഗങ്ങൾക്കുമായി മാത്രം ചുരുങ്ങേണ്ടതുണ്ടോ? ഒരു ഭാഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ കണക്കുകൾ ആഘോഷിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് അനുഭവ പരിചയമുള്ള മുതിർന്ന സംരംഭകരും സ്ത്രീകളും ഗ്രാമീണ മേഖലയിലുള്ളവരും ഈ സിസ്റ്റത്തിൽ നിന്ന് നിശബ്ദമായി പുറന്തള്ളപ്പെടുകയാണ്. 2026 വരെയുള്ള ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ വിശകലനം ചെയ്തുകൊണ്ട് അവസരങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും യഥാർത്ഥ വിതരണ ഘടനയിലേക്കുള്ള ഒരു ഡീപ് ഡൈവ് നമുക്ക് നടത്താം. സ്റ്റാർട്ടപ്പ് നയങ്ങളും ആനുകൂല്യങ്ങളും ഘടനാപരമായി തന്നെ 30 വയസ്സിന് താഴെയുള്ള യുവതലമുറയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇത് മുതിർന്ന സംരംഭകർക്ക് അദൃശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 2026 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സ്റ്റുഡന്റ് ഓൺട്രപ്രണിയർഷിപ്പ് പോളിസി കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി അറ്റൻഡൻസ് ഇളവുകളും ഗ്രേസ് മാർക്കുകളും വാഗ്ദാനം ചെയ്യുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന IEDC അഥവാ ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകൾ വഴിയാണ് പ്രാഥമിക നിക്ഷേപങ്ങളും ബോധവൽക്കരണവും കൂടുതലായി നടക്കുന്നത്. ഈ സംവിധാനം യുവതലമുറയ്ക്ക് സംരംഭകത്വത്തിലേക്ക് കടന്നുവരാൻ സുഗമമായ പാത ഒരുക്കുമ്പോൾ ക്യാമ്പസുകൾക്ക് പുറത്തുള്ള എന്നാൽ വർഷങ്ങളുടെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പരിചയമുള്ള 40 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ഈ ഇക്കോസിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ സമാനമായ ലോഞ്ച് പാഡുകൾ ലഭ്യമല്ല. യൂത്ത് ഇസ് ഈക്വൽ ടു ഇന്നൊവേഷൻ എന്ന തെറ്റായ ധാരണയാണ് പോളിസി മേക്കർമാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള സീനിയർ പ്രൊഫഷണലുകൾ സ്റ്റാർട്ടപ്പ് ആവാസി വ്യവസ്ഥയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ വലിയ തോതിൽ ലഭ്യമാണെങ്കിലും അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ പരിമിതമാണ്. 2026 ജനുവരി 31 കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം സ്കീമിന് കീഴിലുള്ള ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ഏകദേശം 25,859 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ 2020 മുതൽ വനിതകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചത് കേവലം 2,995 കോടി മാത്രമാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് വഴി പണം വിതരണം ചെയ്യുന്നത് സ്വകാര്യ വെഞ്ചർ ക്യാപിറ്റലുകൾ വഴിയാണ്. ഈ ഫണ്ടുകൾ പലപ്പോഴും അഗ്രസീവ് ഗ്രോത്ത് മോഡലുകളാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഈ മാട്രിക്സ് പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള ടെക് സെക്ടറുകൾക്കാണ് മുൻഗണനയും നൽകുന്നത്. മൂലധന വിതരണത്തിലെ ഈ വിടവ് സൂചിപ്പിക്കുന്നത് ഫണ്ടുകളുടെ അഭാവമല്ല, മറിച്ച് ഫണ്ട് വിതരണം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റികളിലെ ഘടനാപരമായ ബയസാണ്. ഒരു വനിതാ ഡയറക്ടർ എന്ന മാനദണ്ഡം പലപ്പോഴും ആനുകൂല്യങ്ങൾ നേടാനുള്ള വെറുമൊരു ടോക്കൺ മാത്രമായി ചുരുങ്ങുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം അംഗീകൃതമായ 2,12,283 സ്റ്റാർട്ടപ്പുകളിൽ 1,02,054 എണ്ണത്തിൽ കുറഞ്ഞത് ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ട്ണർ എങ്കിലുമുണ്ട്. ഏകദേശം പകുതിയോളം സ്റ്റാർട്ടപ്പുകളിൽ വനിതാ പ്രാതിനിധ്യമുണ്ടെന്നത് ഒറ്റനോട്ടത്തിൽ മികച്ച നേട്ടമായി തോന്നാമെങ്കിലും ഇതിൽ വലിയൊരു ശതമാനം പ്രോക്സി ഡയറക്ടർമാർ ആണെന്നതാണ് സത്യം. സർക്കാർ ടെൻഡറുകളിലും ഫണ്ടിംഗ് നടപടികളിലും സ്ത്രീകൾക്ക് ലഭിക്കുന്ന മുൻഗണന മുതലെടുക്കാൻ വേണ്ടി മാത്രം കുടുംബാംഗങ്ങളായ സ്ത്രീകളെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന പ്രവണത വളരെ കൂടുതലാണ്. രജിസ്ട്രേഷൻ പേപ്പറുകളിലെ സ്ത്രീ പ്രാതിനിധ്യം യഥാർത്ഥ തീരുമാനമെടുക്കൽ പ്രക്രിയയിലോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലോ പ്രതിഫലിക്കുന്നില്ല. ഈട് നൽകാതെയുള്ള ബാങ്ക് വായ്പകൾ സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അപ്രാപ്യമായി തുടരുന്നു. 2026 ജനുവരി വരെയുള്ള ഔദ്യോഗിക പാർലമെന്ററി ഡേറ്റ പ്രകാരം സ്റ്റാർട്ടപ്പ് വായ്പക്കാർക്ക് 925 കോടിയുടെ ലോൺ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. ഇതിൽ വനിതകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിച്ചത് വെറും 39 കോടിയാണ്. ബാങ്കുകൾ വഴി നടപ്പിലാക്കുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ തികച്ചും റിസ്ക് കുറഞ്ഞ പ്രൊഫൈലുകൾക്കാണ് ഫണ്ട് നൽകുന്നത്. വനിതാ സംരംഭകർക്ക് പലപ്പോഴും മികച്ച ക്രെഡിറ്റ് ഹിസ്റ്ററിയോ ആസ്തികളുടെ പിൻബലമോ ഇല്ലാത്തതിനാൽ ബാങ്കുകൾ ഫണ്ട് അനുവദിക്കാൻ വിമുഖത കാണിക്കുന്നു. സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ടെങ്കിലും അവസാന തീരുമാനം ബാങ്കുകളുടേതായതിനാൽ നിലവിലുള്ള ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ പുരുഷ കേന്ദ്രീകൃതവും യാഥാസ്ഥിതികവുമായ മാനദണ്ഡങ്ങൾ ഈ സ്കീമിനെ പരാജയപ്പെടുത്തുന്നു. വലിയ AIF ഫണ്ടുകളെ അപേക്ഷിച്ച് അടിസ്ഥാന തലത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. 2026 ജനുവരിയിലെ DPIIT ഡേറ്റ അനുസരിച്ച് ഇൻക്യുബേറ്ററുകൾ ഏകദേശം 592 കോടി രൂപയുടെ ഫണ്ടിംഗ് അംഗീകരിച്ചു. ഇതിൽ ഏകദേശം 294 കോടിയും വനിതകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് ലഭിച്ചത്. ഇത് വ്യക്തമാക്കുന്നത് ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ സീഡ് സ്റ്റേജ് നിക്ഷേപങ്ങളിൽ വിവേചനം കുറവാണെന്നതാണ്. ഇൻക്യുബേറ്ററുകൾ ആശയങ്ങൾക്കും പ്രാഥമിക രൂപങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ്. കൂടാതെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഈ പ്രാഥമിക തലത്തിൽ ഫലം കാണുന്നുണ്ട്. ഇൻക്യുബേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ മികച്ച തുടക്കം സ്കെയിലിംഗ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെടുന്നു. അതായത് സ്ത്രീകളെ തുടങ്ങാൻ സഹായിക്കുന്ന ഇക്കോസിസ്റ്റം അവരെ വളർത്താൻ വിസമ്മതിക്കുന്നു. സംസ്ഥാന തലത്തിലുള്ള പല ഗ്രാന്റുകളും വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യമിടുന്നത് വിതരണത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു.
2026 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്കീം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വിദ്യാർത്ഥികൾക്കും IEDCയുമായി ബന്ധമുള്ളവർക്കും വേഗത്തിൽ ഗ്രാന്റുകൾ ലഭ്യമാക്കുമ്പോൾ നോൺ സ്റ്റുഡന്റ് പ്രൊഫഷണലുകൾ വളരെ കഠിനമായ മൂല്യനിർണ്ണയ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൾ വരുത്താനും പരാജയപ്പെടുത്താനും ഇക്കോസിസ്റ്റം അവസരം നൽകുന്നു. എന്നാൽ 35 വയസ്സുള്ള ഒരു വ്യക്തി തന്റെ ജോലി രാജിവെച്ച് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരം സുരക്ഷാ വലയങ്ങൾ ലഭ്യമല്ല. സീഡ് സപ്പോർട്ടുകൾ പ്രധാനമായും MVP അഥവാ മിനിമം വയബിൾ പ്രൊഡക്റ്റ് സ്റ്റേജിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാർത്ഥി സംരംഭകത്വം മികച്ച ഒന്നാണെങ്കിലും സംസ്ഥാനത്തിന്റെ GDPയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നത് മിക്കവാറും അനുഭവ പരിചയമുള്ള സംരംഭകരാണ്. അവരെ അവഗണിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷീണവുമാണ്. സംരംഭങ്ങൾ അടച്ചുപൂട്ടുന്നതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വനിതാ ഡയറക്ടർമാരുള്ള സ്റ്റാർട്ടപ്പുകളുടെ അനുപാതം ശ്രദ്ധേയമാണ്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 6789 അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ അടച്ചുപൂട്ടി. ഇതിൽ 2950 എണ്ണത്തിലും കുറഞ്ഞത് ഒരു വനിതാ ഡയറക്ടറെങ്കിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇത്തരം 97 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. ഈ ഡേറ്റ വിരൽ ചൂണ്ടുന്നത് പോസ്റ്റ് ഇൻക്യുബേഷൻ പ്രതിസന്ധികളിലേക്കാണ്. ഫണ്ടിംഗ് ലഭിച്ചതിന് ശേഷമുള്ള മെന്റർഷിപ്പിന്റെ അഭാവം, മാർക്കറ്റിലേക്കുള്ള പ്രവേശനം, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്നിവ വനിതാ സംരംഭകർക്ക് അധിക ബാധ്യതയാകുന്നു. ഒരു സ്റ്റാർട്ടപ്പ് പരാജയപ്പെടുന്നത് സ്വാഭാവികമാണെങ്കിലും സ്ത്രീകളുടെ പരാജയ നിരക്ക് വർദ്ധിക്കുന്നത് അവരുടെ നേതൃശേഷി കുറവുകൊണ്ടല്ല, മറിച്ച് ക്രിട്ടിക്കൽ ഘട്ടങ്ങളിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന ഘടനാപരമായ പിന്തുണയുടെ അഭാവം കൊണ്ടാണ്. സ്റ്റാർട്ടപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും ടയർ 1, ടയർ 2 നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് ഗ്രാമീണ സംരംഭകരെ വ്യവസ്ഥയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. 2026 സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റാങ്കിംഗ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 210-ലധികം ഇക്കോസിസ്റ്റം സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ KSUMന്റെ ലീപ് സെന്ററുകളും എമർജിംഗ് ടെക് ഹബ്ബുകളും കൊച്ചി, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിലാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആക്സസ് ടു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള അഗ്രിടെക്, ഹാൻഡിക്രാഫ്റ്റ് സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതിക സഹായവും ആഗോള വിപണിയിലേക്കുള്ള പ്രവേശനവും ലഭിക്കുന്നത് താരതമ്യേന കുറവാണ്. പ്രതിഭകൾ എല്ലായിടത്തുമുണ്ട്. എന്നാൽ അവസരങ്ങൾ നഗരങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ റദ്ദാക്കുന്നു. ഭൂരിഭാഗം വനിതാ സംരംഭകരും സോളോപ്രന്യൂഴ്സായി തുടരുന്നത് അവരുടെ ഫണ്ടിംഗ് സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ 2026 ഇൻസൈറ്റ് റിപ്പോർട്ടും ബെയിൻ ആൻഡ് കോ ഡേറ്റയും വ്യക്തമാക്കുന്നത് വലിയൊരു ശതമാനം വനിതാ സംരംഭങ്ങളും നിയന്ത്രിക്കുന്നത് സോൾ ഓൺട്രപ്രന്യൂഴ്സ് ആണെന്നാണ്. 19% വനിതാ സംരംഭങ്ങൾ മാത്രമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. VC ഫണ്ടുകൾ കൂടുതലായും ഫൗണ്ടർമാരുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമുകളിലാണ് നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നതും. ഒരു സോളോ ഫൗണ്ടറുടെ മേലുള്ള റിസ്ക് കൂടുതലാണെന്നാണ് അവർ കരുതുന്നത്. വനിതാ സംരംഭകരെ ഫൗണ്ടർമാരുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളുടെ അഭാവം കേരളത്തിലെയും ഇന്ത്യയിലെയും വലിയൊരു ന്യൂനതയാണ്. ഡീപ് ടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകൾക്ക് ലഭിക്കുന്ന അമിത പ്രാധാന്യം പരമ്പരാഗത മേഖലകളെ തഴയുന്നു. 2026 KSUM എമർജിംഗ് ടെക് ഹബ്, AVGC XR പോളിസി, 2024 നയങ്ങൾ തുടങ്ങിയവ പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായും ടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലാണെന്ന് വ്യക്തമാണ്. IT, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ സംരംഭകർക്ക് എളുപ്പത്തിൽ DPIIT അംഗീകാരവും സംസ്ഥാന ഫണ്ടിങ്ങും ലഭിക്കുമ്പോൾ ലോടെക് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുതിർന്നവരും സ്ത്രീകളുമായ സംരംഭകർക്ക് ഇതൊരു ബാലികേറാ മലയാകുന്നു. ഇന്നൊവേഷൻ എന്നത് സോഫ്റ്റ്വെയർ കോഡിംഗിൽ മാത്രമല്ല ഉള്ളത്. ബിസിനസ് പ്രോസസ്സുകളിലും പരമ്പരാഗത വ്യവസായങ്ങളിലുമുള്ള ഇന്നൊവേഷനുകൾ തിരിച്ചറിയാൻ സിസ്റ്റം പലപ്പോഴും പരാജയപ്പെടുന്നു. വനിതാ സ്റ്റാർട്ടപ്പുകൾ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സമ്പത്തിന്റെ ഗണ്യമായ പങ്ക് അവരിലേക്ക് എത്തുന്നില്ല. 2026 DPIIT രേഖകൾ പ്രകാരം കുറഞ്ഞത് ഒരു വനിതാ ഡയറക്ടറെങ്കിലുമുള്ള സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് 3,90,000 പേർക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. എങ്കിലും മൊത്തം VC നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇതൊരു വിരോധാഭാസമാണ്. സ്ഥിരതയുള്ള വരുമാനവും തൊഴിലും നൽകുന്ന ബിസിനസ്സുകളേക്കാൾ വളരെ പെട്ടെന്ന് വലിയ വാല്യുവേഷനിലെത്തുന്ന ബിസിനസ്സുകളെയാണ് ആവാസ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നത്. സമൂഹത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള തൊഴിൽദായകരെ ഫണ്ട് ചെയ്യാൻ സാമ്പത്തിക മാട്രിക്സുകൾ തയ്യാറല്ല. മൂല്യനിർണ്ണയത്തിലെ ഈ അപാകത ഇക്കോസിസ്റ്റത്തിന്റെ സുസ്ഥിരതയെ തന്നെ ബാധിക്കുന്നുണ്ട്. അംഗീകാരങ്ങൾ നേടുന്നതിനായുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ 2026 ചട്ടങ്ങൾ പ്രകാരം പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ LLP ആയി രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്ന നിയമങ്ങളും വാർഷിക ഓഡിറ്റിംഗും ഫീസുകളും വലിയൊരു വിഭാഗത്തെ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുമുണ്ട്. DPIIT അംഗീകാരവും KSUM UIDയും ലഭിക്കണമെങ്കിൽ ആദ്യം കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനായുള്ള പ്രാരംഭ ചെലവുകളും തുടർന്ന് വരുന്ന വാർഷിക കംപ്ലയിൻസ് ചെലവുകളും വലിയ ഫണ്ടിംഗ് ഇല്ലാത്ത ഒരു സാധാരണ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്. സർക്കാർ സൗജന്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോഴും ആ ആനുകൂല്യങ്ങളിലേക്ക് എത്താനുള്ള ടിക്കറ്റ് നിരക്ക് പാവപ്പെട്ട സംരംഭകർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം. സംസ്ഥാനത്തിന്റെ GDP വളർച്ചയിൽ സ്റ്റാർട്ടപ്പുകളുടെ നേരിട്ടുള്ള സാമ്പത്തിക സംഭാവന ഇപ്പോഴും പരിമിതമാണ്. കേരള ഗവൺമെന്റിന്റെ 2025-26 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തിന്റെ GSDP അധികമായി വർദ്ധിക്കുകയും 6.19% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ നേരിട്ടുള്ള സ്റ്റാർട്ടപ്പ് സംഭാവനകളെക്കാൾ സർവീസ് ഓർ സെക്കൻഡറി സെക്ടറുകളാണ് മുന്നിൽ. സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വലിയ തോതിൽ സർക്കാർ ഫണ്ട് ഒഴുക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സാമ്പത്തിക ഫലം ദൃശ്യമാകാൻ ഇനിയും സമയമെടുക്കും.
പല സ്റ്റാർട്ടപ്പുകളും രജിസ്ട്രേഷൻ കേരളത്തിൽ നടത്തുമെങ്കിലും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാറുന്ന പ്രവണതയും കൂടുതലാണ്. കേരളം ഫലത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി മികച്ച സ്റ്റാർട്ടപ്പുകളെ വാർത്തെടുക്കുന്ന ഒരു സൗജന്യ ഇൻക്യുബേറ്ററായി മാറുന്നുണ്ടോ എന്നത് നയരൂപകർത്താക്കൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ലഭ്യമായ മെന്റർമാർ മിക്കവരും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരായതിനാൽ വൈവിധ്യമാർന്ന സംരംഭങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല. സ്റ്റാർട്ടപ്പ് ഇന്ത്യ 2026 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 95-ലധികം അംഗീകൃത മെന്റർമാരുണ്ട്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും IT വ്യവസായ പശ്ചാത്തലത്തിൽ നിന്നുള്ള പുരുഷന്മാരാണ്. ഒരു ഫുഡ് ടെക് അല്ലെങ്കിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു 45 വയസ്സുകാരിയായ സ്ത്രീക്ക് കോർപ്പറേറ്റ് IT രംഗത്ത് നിന്നുള്ള ഒരു മെന്ററിൽ നിന്നും ലഭിക്കുന്ന ഉപദേശങ്ങൾ പലപ്പോഴും അത്ര പ്രായോഗികമായിരിക്കില്ല. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയ ഡെമോഗ്രാഫിക് പശ്ചാത്തലം മനസ്സിലാക്കുന്ന മെന്റർമാരുടെ അഭാവം കേരളത്തിലുണ്ട്. മെന്റർഷിപ്പ് എന്നത് കേവലം ബിസിനസ് അഡ്വൈസ് മാത്രമല്ല, അത് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ്. അവിടെ ഡെമോഗ്രാഫിക് സമാനതകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിലെ പക്ഷപാതപരമായ ഘടന മാറ്റി ജനസംഖ്യാപരമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നയങ്ങൾ രൂപീകരിക്കേണ്ടത് അനിവാര്യവുമാണ്. കേന്ദ്ര സർക്കാരിന്റെയും KSUM-ന്റെയും 2026 പോളിസി ഡ്രാഫ്റ്റുകൾ ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് ഇക്കോസിസ്റ്റം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമായ വിതരണ സംവിധാനം ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. പ്രായം, ലിംഗം, പ്രദേശം എന്നീ 3 ഘടകങ്ങളെയും ഒരേ സമയം പരിഗണിക്കുന്ന ടാർഗറ്റഡ് ഫണ്ടിംഗ് മെക്കാനിസങ്ങൾ ഇവിടെ ആവശ്യമാണ്. ഉദാഹരണത്തിന് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായി സെക്കൻഡ് ഇന്നിംഗ്സ് ഫണ്ട്, ഗ്രാമീണ വനിതകൾക്കായി നോൺ ടെക് മൈക്രോ വെഞ്ചർ ഫണ്ടുകൾ എന്നിവ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വിജയം കണക്കാക്കേണ്ടത് അവിടെ ജനിച്ച യൂണിക്കോണുകളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലഭിച്ച സംരംഭകരുടെ വൈവിധ്യം കൊണ്ടായിരിക്കണം.